നമസ്കാരം ഫ്രണ്ട്സ്. കേരളത്തിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സാധാരണയായി ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ ഹൗസ് ബോട്ട് യാത്രകളും കായലുകളുമാണ് ഓർക്കാറുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴയുടെ മറ്റൊരു മുഖം കാണാനാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ലൈറ്റ് ഹൗസും ചരിത്രം ഉറങ്ങുന്ന ആലപ്പുഴ ബീച്ചും. ടിക്കറ്റ് കൗണ്ടറിലെത്തി ടിക്കറ്റ് എടുക്കുക. മുതിർന്നവർക്ക് ചെറിയൊരു തുക മാത്രമാണ് ഇവിടെ ഫീസായിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു പ്ലേ ഏരിയ കൂടെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത് വെളുപ്പിനെ 3 മണി മുതൽ വൈകുന്നേരം 5:30 വരെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിൽ എത്തിയിരിക്കുകയാണ്. 1862 മാർച്ച് 28-നാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അതായത് കേരളത്തിൽ കപ്പൽ ഗതാഗതം സജീവമായിരിക്കുന്ന കാലത്ത് കപ്പലുകൾക്ക് സുരക്ഷിതമായ വഴി കാണിക്കാൻ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചതാണ് ഈ ലൈറ്റ് ഹൗസ്. ഇതിന് മുകളിലെത്താൻ ഏകദേശം 90ഓളം പടികൾ നമ്മൾ കയറണം കേട്ടോ. പടികൾ കയറാൻ ചെറിയൊരു കിതപ്പൊക്കെ ഉണ്ടെങ്കിലും മുകളിലെത്തുമ്പോൾ കിട്ടുന്ന കാഴ്ചയുണ്ടല്ലോ, അത് മതി നമ്മുടെ ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറാൻ. നോക്കിക്കേ, ഇവിടെ നിന്ന് നോക്കിയാൽ അറബിക്കടലിൻ്റെ ആഴവും സൗന്ദര്യവും എത്ര വ്യക്തമായാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ആലപ്പുഴ നഗരത്തിൻ്റെ മനോഹരമായ ഒരു ഏരിയൽ വ്യൂ കൂടി നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. അതുപോലെ തന്നെ 1862 മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്തല്ല, ബ്രിട്ടീഷ് ഭരണകാലത്ത് കടലിൽ പോകുന്ന കപ്പലുകൾക്ക് വഴി കാണിക്കാൻ വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഈ ലൈറ്റ് ഹൗസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏതാണ്ട് ഒരു 160 വർഷത്തിലേറെ പഴക്കമുണ്ട് ഇതിന്. 27 മീറ്റർ, അതായത് ഏകദേശം 90 അടി ഉയരമാണ് ഇതിനുള്ളത്. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി അടുത്തത് നമ്മുടെ ആലപ്പുഴ ബീച്ചിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആലപ്പുഴ ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കടൽപ്പാലമുണ്ട്, പഴയ കടൽപ്പാലം, നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെയുള്ള. അപ്പോൾ ഈ ബീച്ചിൻ്റെ ഏറ്റവും വലിയ ആകർഷണവും അതുതന്നെയാണ്, കടൽപ്പാലം. ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൻ്റെ പ്രധാന വാണിജ്യ തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു ആലപ്പുഴ. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ കപ്പലുകൾ വന്നിരുന്നത് ഈ പാലത്തിന് സമീപത്താണ്. ചരക്കുകൾ കരയിലേക്ക് എത്തിച്ചിരുന്നതും ഈ പാലത്തിലൂടെയൊക്കെയായിരുന്നു. ഇപ്പോൾ ഇത് പഴയതുപോലെ ഉപയോഗിക്കത്തില്ലെങ്കിലും ചരിത്രത്തിൻ്റെ ശേഷിപ്പായി ഇന്നും അതിൻ്റെ കുറച്ച് പോർഷൻസൊക്കെ അവിടെയുണ്ട്. സന്ധ്യാസമയത്ത് ഇവിടെയുള്ള കാഴ്ച വേറെ ലെവലാണ്. നല്ല തണുത്ത കാറ്റും കടൽക്കാറ്റും കൊണ്ട് ഈ ബീച്ചിലൂടെ വെറുതെ നടക്കാം. പിന്നെ കടൽ തീരത്ത് കിട്ടുന്ന നല്ല ചൂടുള്ള പരിപ്പുവടയും കട്ടൻ ചായയും കപ്പലണ്ടിയൊക്കെ കുറച്ചും അതിനൊരു പ്രത്യേക രുചി തന്നെയാണല്ലേ. കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ ഒന്ന് സമയം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണിത്. അങ്ങനെ നമ്മുടെ ആലപ്പുഴ ലൈറ്റ് ഹൗസും ആലപ്പുഴ ബീച്ചും എന്ന വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.